പെട്രോൾ ഇല്ലാതെ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്? പപ്പി, നീ എന്തായി കാണിക്കുന്നത്? അടികൈ എന്താ ഇത്? നിർത്താനാ പറഞ്ഞത്. ആരെങ്കിലും പിടിച്ചു മാറ്റ്. അവളുടെ കഴുത്തിൽ ഒരു ബട്ടൺ ഉണ്ട്, അതിലൊന്ന് അമർത്ത്. പപ്പി, ജോർദാർ നിന്റെ ഫ്രണ്ടാണ്. വേണ്ട, വേണ്ട. പപ്പി, ഇവനെങ്ങാനും പുറത്തു പോയാ സിറ്റിയില് വലിയ പ്രശ്നം ഉണ്ടാവും. സംശയമുണ്ടോ? ഇവനെ തടഞ്ഞേ മതിയാകൂ. ഞാനിവന്റെ ശ്രദ്ധ തിരിക്കാം. നിങ്ങളെല്ലാവരും തയ്യാറായിരുന്നോളൂ. ഈച്ച അടിച്ച് ഓടിച്ചതിന് വളരെ നന്ദി. Anything for my friend Sardar. ബണ്ണി പോപ്പട്ടും എത്തിക്കഴിഞ്ഞു. അയ്യോ എന്റെ അമ്മച്ചി, ഇതാരാണ്? എന്റെ ഫ്രണ്ട് പപ്പിയാണ്. ഇതിൽ നാണിക്കാനായിട്ട് എന്താണുള്ളത്? നിനക്ക് മനസ്സിലായില്ലേ? ഫ്രണ്ടാ, ഫ്രണ്ട്. വാ, ആഹാരം കഴിക്കാം. വേണ്ട, ആദ്യം ഗാർഡൻ വൃത്തിയാക്കണം, എന്നിട്ട് നമുക്ക് ചെന്ന് ആഹാരം കഴിക്കാം. പപ്പിയോട് സഹായം ചോദിക്കേ. ഇവള് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. വേണ്ട, ഇവർ ഗസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞത് നമുക്ക് ജോലി ചെയ്യാന്നാണ്. പപ്പി എന്തിനു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ ചെയ്യാം. എന്റെ സർദാറിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. താങ്ക് യു. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും.
ഇവന്റെ സ്വപ്നം കാണൽ കുറച്ച് കൂടിപ്പോയിരിക്കുകയാണ്. സംശയമുണ്ടോ? ഞാൻ ഗാർഡൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു. നീ കുറച്ച് വിശ്രമിക്കേ, ക്ഷീണിച്ചിട്ടുണ്ടാവും. ഇതാ ലൈം ജ്യൂസ് കഴിക്കേ. നോ താങ്ക്സ്, ബാറ്ററി ചാർജ് ആണ്. ഇത് കഴിച്ച കുറച്ചുകൂടെ ചാർജ് കൂടും. കഴിക്കുന്നേ, കഴിക്കേ. എടാ ഹണി, കുടിപ്പിക്കേ, നന്നായി കുടിപ്പിക്കേ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അങ്ങയുടെ കണ്ണ് പുറത്തേക്ക് വരികയാണ്. എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? ബാറ്ററി ചാർജ് ആണ്. ഇല്ല, ഒട്ടും ചാർജ് ഇല്ല. ഒരു കോൾ വിളിച്ചാൽ ഈ മൊബൈൽ ഉടൻ തന്നെ ഓഫ് ആകും. നിങ്ങൾക്ക് കോൾ ചെയ്യണമെങ്കിൽ വീട്ടിലേക്ക് വരൂ. മൊബൈലിൽ ചാർജ് ഇട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാം. ഓക്കേ. അപ്പൊ സത്യത്തിൽ അങ്ങ് വരികയാണോ? യെസ്. നീ എന്താണ് ഈ ചെയ്യുന്നത്? ഈച്ചയെ കൊല്ലുകയാ. ഈച്ച അടിക്കേണ്ടത് ഇങ്ങനെയല്ല, ഞാൻ കാണിച്ചു തരാം. അയലത്തെ വീട്ടിൽ പലഹാരം മണക്കുന്നു. എന്റെ വേദന അല്പാൽപമായി മാറുന്നു. അടികൈ. സന്തോഷം കൊണ്ട് ഡാൻസ് കളിക്കാണ്. ക്ലാസ് റൂമിൽ നടക്കും ടീച്ചിങ്. എന്റെ ശരീരം മുഴുവൻ ഇപ്പോൾ ഇച്ചിങ്. ഇതിന്റെ കാലാവധി തീർന്നു, അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അത് സംഭവിച്ചത്. രാജ്യമെങ്ങും സ്വർണ്ണക്കടത്ത്. നിങ്ങൾ എന്നെ ഒന്ന് തിരിച്ചു കിടത്ത്. എടാ മണ്ടന്മാരെ, ഇങ്ങനെയല്ലടാ. എന്നെ ഒന്ന് കമിഴ്ത്തി കിടത്തടാ.
മസാജ് ഒരു സംഭവം തന്നെയാണ്. വേദന കാരണം ഇയാളുടെ ശരീരം തിരിഞ്ഞുപോയല്ലേ? ഞങ്ങൾ തിരിച്ചു കിടത്തിരിക്കുകയാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാൽ കൈ മാത്രം പുറകിൽ കുടുങ്ങി. സംശയമുണ്ടോ? മസാജ് ഒരു സംഭവം തന്നെയാണ്. ഇത് മതി. നല്ല കപ്പയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേഗം. ഇങ്ങനെ മസാജ് ചെയ്താൽ എന്റെ പണി പെട്ടെന്ന് തന്നെ തീരും. ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്താലേ മസിൽസിന്റെ ദ്വാരമൊക്കെ തുറക്കുകയുള്ളൂ. നിങ്ങൾ കാരണമാണ് ഇവനെ പിടികൂടനായത്. 2 ദിവസത്തിൽ 5 പ്രാവശ്യം ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കി. ഇവനൊരു വൃത്തികെട്ട കരടിയാണ്. ആര് പറഞ്ഞാലും ഒന്നും കേൾക്കില്ല. സബാഷ് കുട്ടികളെ, സബാഷ്. ഇവൻ വീണ്ടും ഇവിടെ നിന്ന് ചാടും. ഒരു കരടിക്ക് ഇവനെ മനസ്സിലാക്കാൻ കഴിയൂ. ശരി, വാ, ഈ കാര്യം ബാലുവിനോട് നമുക്ക് പറയാം. ഉറക്കം വന്നില്ലെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഉടൻ തന്നെ കഥകൾ അടയ്ക്കൂ. ഒരു കരടി, ഒരു വൃത്തികെട്ട കരടി സൂവിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വരൂ. എന്തിനാണ് കരടികളുടെ പേരിങ്ങനെ നശിപ്പിക്കുന്നത്? ഇങ്ങോട്ട് വരൂ. നിങ്ങൾ കരടികളെ വല്ലാതെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അത് വൃത്തികെട്ട കരടിയാണ്. അവൻ തീർച്ചയായും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കരടികൾ അല്ലെങ്കിലും വലിയ പ്രശ്നക്കാരാണ്. ഇങ്ങോട്ട് വരൂ. 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 ഒരു കരടി അവിടെ സൂവിൽ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ 2 കരടികൾ ഇവിടെ എന്നോട് പ്രശ്നം ഉണ്ടാക്കുന്നു. ഉറക്കം വേണമെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ. 2 ദിവസത്തിൽ 5 പ്രാവശ്യം അത് രക്ഷപ്പെടാനായി ട്രൈ ചെയ്തിരിക്കുന്നു. 5 പ്രാവശ്യം അത് ട്രൈ ചെയ്തോ? അതെ, സത്യം തന്നെയാണ്. ഈ ന്യൂസിൽ കള്ളമില്ല. ഈ സിറ്റി തന്നെ ഇപ്പോൾ ആ കരടിയെ വിചാരിച്ച് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഉരുളക്കിഴങ്ങ് വാങ്ങുന്നില്ല. കാരണം അത് കാണുമ്പോൾ കരടിയെ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇതുപോലുള്ള അവതാരകരെയൊക്കെ പിടിച്ചോണ്ടൊന്ന് റെയിൽവേ ട്രാക്കിന് നടുക്ക് കെട്ടിയിടണം. കരടികളുടെ പേര് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഒരു കരടിയാണ്. ഞാനൊരു ഡോക്ടറാണ്. എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിയുമാണ്. എങ്കിൽ അവരെയും നല്ല വ്യക്തിയാക്കൂ. എന്ന് വെച്ചാൽ ഞങ്ങൾ സൂവിൽ നിന്ന് വരികയാണ് സർ. അപകടകാരിയായ കരടിയാണവൻ. അങ്ങയുടെ ബന്ധുവും കൂടിയാണ്. അങ്ങ് തന്നെ അവനെ നന്നാക്കി എടുക്കണം. നീ പറഞ്ഞത് നല്ലതാണ്. നീ പറഞ്ഞത് എന്തായാലും നല്ല കാര്യം തന്നെയാണ്. എന്തൊരു കാര്യമാണ്. നാളെ രാവിലെ തന്നെ ഞാൻ അവനോട് പോയി സംസാരിക്കുന്നതായിരിക്കും. അവനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നീ ചെയ്യുന്നതൊക്കെ തെറ്റായ കാര്യങ്ങളാണെന്ന്. നമ്മൾ പറഞ്ഞ അവന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്നാൽ എനിക്കൊരു കാര്യം ഇപ്പൊ നന്നായിട്ട് മനസ്സിലായി. ഇവനെ നന്നാക്കുന്നേക്കാൾ നല്ലത് നമ്മൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പോവാം, വാ. എനിക്ക് എന്റെ ബന്ധുക്കളുള്ള കാട്ടിനകത്തേക്ക് ഉടൻ തന്നെ പോകണം. എന്നാൽ നിങ്ങൾ കരടിയായിരുന്നിട്ടും എന്റെ വിഷമം എന്തെന്ന് മനസ്സിലാക്കുന്നേയില്ല. എന്തായാലും ഡോക്ടർ പോയി അവനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാകും. അല്ല, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പോയതായിരിക്കും. സംശയമുണ്ടോ? അതെ, പക്ഷെ അവൻ ഞങ്ങളെ പഞ്ഞിക്കിട്ടു. അവൻ നന്നായിട്ട് പറഞ്ഞു തന്നു. ഒരു ടീം പരട്ടിയും പറഞ്ഞു തന്നു. എല്ലാം ഞങ്ങൾ അറിഞ്ഞു. ഇനി ഒന്നും അറിയണ്ട. ഇനി ഞങ്ങൾക്ക് ആരെയും ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ട. അവൻ ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും തരാതെ വന്നത്. കണ്ണടിച്ച് തുറക്കുന്നതിന് മുമ്പ് അവൻ ഇടി അങ്ങോട്ട് തുടങ്ങി. വല്ലാത്ത ടാലന്റാ. ഡോക്ടർമാരായ ഞങ്ങളുടെ ആരോഗ്യം ഇനി വേറെ വല്ല ഡോക്ടർമാരെ കണ്ട് ശരിയാക്കേണ്ടി വരും. ശരി, ഇപ്പൊ അവൻ എന്താണ് വേണ്ടത്? അവനവന്റെ ബന്ധുക്കളോടൊപ്പം കാട്ടിലേക്ക് പോണോ അത്രേ. കുടുംബത്തെ പിരിഞ്ഞു നിൽക്കുന്നതാണ് അവന്റെ പ്രശ്നം. അതാണ് അവൻ ഇത്ര ദേഷ്യം. നിങ്ങളൊന്ന് മാറി നിന്നാ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകായിരുന്നു. നല്ല നാടൻ മരുന്ന് കഴിച്ചാൽ ഇടിയും ചതവും ഒക്കെ മാറിക്കിട്ടും. ആദ്യം 2 പെയിൻ കില്ലർ അടിക്കണം. കില്ലർ ഇടേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ നല്ല മരുന്ന് തരാം. അത് ശരിക്കും അങ്ങോട്ട് പുരട്ടിയാ വേദന മാറിക്കോളും. ഞാൻ നിനക്ക് പെയിൻ കില്ലർ തരാം. അതിട്ട മൊത്ത വേദനയും മാറും. കഥക് തുറക്കാൻ പറ്റുന്നില്ല. എടാ കുട്ടികളെ, നിങ്ങൾ പൊയ്ക്കോ. ഞാനൊരു വല്ലാത്ത പ്രശ്നത്തിൽ പെട്ടിരിക്കുക. കഥകൾ വേഗം പൊട്ടിക്കേ.
തീർന്നേ. അയ്യോ കണ്ണ സാർ, പണി തീർന്നെങ്കിൽ പിന്നെ എങ്ങനെ സംസാരിക്കാ? ആ, ആ, കുട്ടികൾ വലുതാകുമ്പോൾ കുസൃതി കൂടുന്നു. എനിക്കിപ്പോൾ വല്ലാതെ വേദനിക്കുന്നു. അടികൈ. ഞങ്ങൾ ഇവിടെയാണല്ലോ ഉള്ളത്. അവിടെ നോക്കി ആരോട് അങ്ങ് കവിത ചൊല്ലുന്നത്? ഇദ്ദേഹത്തിന് കഴുത്ത് ഉളുക്കിയിരിക്കുകയാണ്. ഉളുക്കെന്ന് വെച്ച എന്താണ്? എടാ ഉളുക്കെന്ന് വെച്ചാലേ കഴുത്ത് തിരിയുന്നില്ല. പക്ഷെ ഇപ്പൊ കഴുത്ത് തിരിഞ്ഞാണല്ലോ ഇരിക്കുന്നത്. കഴുതേ ഇപ്പോ ലെഫ്റ്റ് സൈഡിലാണ്, അതിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് തിരിയുന്നേ ഇല്ല. സംശയമുണ്ടോ? ഇത്രയുള്ള കാര്യം. ദാ അവിടെ ഒരു വെളുത്ത കാക്ക. നീ എന്താണ് ഈ കാണിച്ചത്? നീയല്ലേ പറഞ്ഞത് കഴുത്ത് റൈറ്റിലോട്ട് തിരിയുന്നില്ലെന്ന്? ദാ ഇപ്പൊ തിരിഞ്ഞല്ലോ. എടാ കഴുതേ, ഉളുക്ക് പിടിച്ചത് കാരണം കഴുത്ത് മൊത്തത്തിൽ തിരിയുന്നില്ലെന്നാ പറഞ്ഞത്. ഇപ്പൊ ശരിയാക്കാം. വേണ്ട വേണ്ട, എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. വേണ്ട വേണ്ട. വൻ കാറ്റടിച്ചാൽ ആലുമരവും വീഴും. നീ അടുത്ത് വന്നാൽ എന്റെ പണി തീരും. അടികൈ. അത് ശരി, തണ്ണിമത്തം തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുകയാണോ? തന്റെ നിലയ്ക്കകത്തെന്താ കളിമണ്ണ് പോലും ഇല്ലേ? തണ്ണിമത്തങ്ങ മുഴുവനായിട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല. ഒരു കാര്യം ചെയ്യേ, ബാക്കിയൊരു കത്തി ഇറക്കി 4 കറക്ക് ഇറക്ക്. തണ്ണിമത്തം മൊത്തമായിട്ട് അകത്തേക്ക് വെക്കോളും. പിന്നീട് എന്നെ വന്ന് കണ്ടാ മതി. കണ്ടാ സാറേ, അങ്ങ് നന്നായിട്ട് യോഗാസനം ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ചെയ്യുന്നത് യോഗാസനമല്ല, അഭ്യാസമല്ല. ഡോക്ടർ സാറേ, ഞാൻ വല്ലാത്ത പ്രശ്നത്തിലാണ്. അങ്ങ് പറഞ്ഞ തമാശ ഇഷ്ടപ്പെട്ടു. ഇങ്ങോട്ട് വരൂ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഡോക്ടർ ബാലു, ഇപ്പോ സംസാരിച്ചിരിക്കേണ്ട സമയമല്ല. ഇദ്ദേഹം ആപത്തിലാണ്. ഞാനുള്ളപ്പോൾ ആർക്കും ഒരു ആപത്ത് ഉണ്ടാവുകയില്ല. ഇന്ന് പ്രശ്നം ഉണ്ടായാൽ നമുക്ക് നാളെ തീർക്കാം. ഇന്നത്തെ പ്രശ്നം നാളെ തീർത്തില്ലെങ്കിൽ നാളത്തെ പ്രശ്നം മറ്റന്നാൾ തീർക്കാം. പ്രശ്നം എന്നത് ആരെ കൊണ്ട് ഒരിക്കലും തീർക്കാൻ പറ്റുന്നതല്ല. തീർക്കാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്ത് ഒരു പ്രശ്നവുമില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ ബാലു, അദ്ദേഹം ഉളുക്കിയിരിക്കുകയാണ്. ഏത് കാര്യവും പതുക്കെ പറയണം, എങ്കിലേ മനസ്സിലാവുകയുള്ളൂ. ഇപ്പൊ ശരിയാക്കാം. മസിൽസിനെ റിലാക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെന്താണ്? റേസ് കഴിയുമ്പോൾ കുതിരയ്ക്ക് റിലാക്സ് ആവാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. ഞാനിപ്പോ കൊടുത്തത് അതാണ്. അല്പം കഴിയുമ്പോൾ കുതിരയെ പോലെ ഓടി നടക്കും. ഉടൻ തന്നെ അദ്ദേഹത്തെ നിർത്തണം. തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. കർത്ത എല്ലാവരുടെ സുഹൃത്ത അല്ല, ഇദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? ഇദ്ദേഹത്തിന് ടൂറിസം പിടിച്ചിരിക്കുകയാണ്. ടൂറിസ്റ്റ് അല്ലടാ കഴുതേ, സ്പ്രെയിൻ. അദ്ദേഹത്തിന്റെ കൈയും കാലും ഉളുക്കിയിരിക്കുകയാണ്.
എന്റെ മുത്തച്ഛന്റെ ഗുസ്തിക്കളരിയിൽ ബേൽവാന്മാർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പിന്നീട് അദ്ദേഹം എന്താണ് ചെയ്യുക? അദ്ദേഹം കാലിനെ പിടിച്ച് ദാ ഇതുപോലെ വലിച്ചു നീട്ടും. എന്നിട്ട്